6:45 വണ്ടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് കയറിയതാണ് കേട്ടോ. കറക്റ്റ് സ്റ്റാൻഡിൽ വന്നത് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, ചാടി കയറിയ. അതുകൊണ്ട് ഒരാളെടുത്ത് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് ജില്ലാ ആശുപത്രിയിലോട്ടാണ് കേട്ടോ. വല്യമ്മച്ചിയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ കൂട്ടാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് എന്നതൊക്കെ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വർത്താനമായിരുന്നു. രണ്ട് ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നെന്ന്. ഞങ്ങളും കുറച്ചധികം നേരം പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ഉറങ്ങാത്തത് കൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാനവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഡോക്ടറിനെ എല്ലാം കണ്ട് പിന്നെ ദേ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണാട്ടെ. നിങ്ങൾക്കിത് ഇത്രമാത്രം ഭംഗിയായിട്ട് തോന്നുന്നു എനിക്കറിയില്ല, എന്തായാലും എനിക്കിത് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ മെഡിസിൻ എല്ലാം വാങ്ങിച്ച് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യരുതെന്നൊരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ ഉള്ളിൽ നിന്നപ്പം. അങ്ങനെ ദേ ഞാനും വെല്ലുമിച്ചിയും കൂടെ പയ്യായ ഇറക്കമൊക്കെ ഇറങ്ങി. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ബിരിയാണി ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേ ഒരു അടിപൊളി മഴയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും വെല്ലുമിച്ചിയും മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഷട്ടറൊക്കെ താത്തിട്ടൊക്കെയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരും കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഈ വളവും ചെരുവൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പറ്റൂലായിരുന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോൾ മഴ തന്ന സമ്മാനമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിട്ട് തോന്നിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കോടയൊക്കെ നിറഞ്ഞ ഇടവഴികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാകാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ഭയങ്കര അങ്ങ് ഡൗൺ ആവാറുമുണ്ട്. അങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഈ കുഞ്ഞു കാര്യത്തിന്. സത്യം പറഞ്ഞാൽ മഴ ഒളിപ്പിച്ച് വെച്ചൊരു എനിക്ക് വേണ്ടി തന്നൊരു സമ്മാനം എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അത്ര നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ഇടയ്ക്കിടയ്ക്കല്ലേ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് സത്യം പറഞ്ഞാൽ അങ്ങ് തുള്ളി തുളുമ്പുവാണ് കേട്ടോ. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തന്നെന്ന് അറിയാൻ പാടില്ല. പിന്നെ വണ്ടി ഇങ്ങനെ പോകുന്ന വഴി കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ തൊടുപുഴ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ. കാരണം അത്രയ്ക്കും തല നല്ലോണം വേദന. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ തൊടുപുഴയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ നമുക്കൊരു പ്രത്യേക വേറൊരു സെറ്റപ്പായ. അങ്ങനെ ഇവിടെ ഒരാൾ എൻ്റെ കൈ മുറുക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്